ഇവരേത് നാട്ടുകാരനാടാ? കോട്ടക്കിട്ട് നടക്ക മാന്യൻ. നോക്കട്ടെ, ആ കൊള്ളല്ല. കളിത്തൊക്കെ പൊട്ടുമെന്ന് വിചാരിച്ചോ മണ്ട? ഒന്ന് പറഞ്ഞതാണേ. വീട്ടിലേക്കുള്ള വഴി പോലും അറിയില്ല. ആ എന്നോടാ ഇതിലേ. പക്ഷേ ഏതായി കത്തിവേഷം? ഈ പഴശ്ശിരാജൻ നോം തന്നെയാണോ? ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലട ജാടത്തേണ്ടി. ഇതിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഇത് ജനന സർട്ടിഫിക്കറ്റ്, ഇത് കളർ സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ദപ്പുറത്ത് ഇൻകം സർട്ടിഫിക്കറ്റ്. അപ്പൊ ഗുരുകുലത്തിൽ പഠിക്കാവുന്നത്? ലോ 11 എന്റെ പ്രിയതോടെ അടച്ചേനെ കൊങ്കൻ. ആ 11 എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ചു തന്നെ. ഞാനെന്നും പറയാറില്ലേ, ഒളിപ്പോരാണ് എന്റെ യുദ്ധമുറ. ഞാൻ ഒളിക്കും, കുങ്കൻ പോരാടും. തിത്തൈ ദൈ 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 ദാരോ തകദൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകദൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകദൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകദൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകദൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകദൈ നേരം പെണ്ണേ നേരോടാട്ടുള്ള പെണ്ണേ ഒരു
കിഴക്കൂതിക്കണ സൂര്യ ഭഗവാനെ ഞാനൊന്ന് കൈ തോഴുന്നേ. ആരുടെ ആരുടെ ആലിയ പൊൻകാവിലോ നല്ലോർ തെളിയട്ടെ പാ. ഇടത്തനം കയ്യില് കരിന്തിരിയായിട്ട് വലത്തനം കയ്യിലോ വെള്ളരിപ്പൂവുമായി ഏനൊന്ന് പോയി വരട്ടെ. അച്ഛനിട്ട പേരോ അമ്മ വിളിക്കും പേരോ ഓമന തിരുപ്പേരല്ലോ. വരിക 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 വാ വരിക ദൈവേ ദീപോ തെളിയട്ടെ പാ.
ഫോർ എക്സാമ്പിൾ ജയിൽ പുള്ളിയുടെ കയ്യിൽ കിട്ടി വിചാരിച്ചു എങ്ങനെയെങ്കിലും, അപ്പോൾ അവർക്ക് ചാടി രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കില്ല, രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കില്ല. സാർ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായി കൊടുക്കുക. നമ്മൾ ഈ ഓർഡർ കൊടുക്കുന്നത് സിം കാർഡ് ഇഷ്യൂ ചെയ്യുന്ന പോലെയാണ് ഈ സാധനം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് നമ്മൾ കൂടിയ സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാർ നമ്മൾ ചാടണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ത്രസ്റ്റ് കൂട്ടുക വഴി ചാടുകയും ഇപ്പൊ പറക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ത്രസ്റ്റ് ഇനീഷ്യൽ ത്രസ്റ്റ് കുറച്ചുകൊണ്ട് സ്പീഡ് കൂടുതൽ നേരം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പറക്കാനുള്ള 2 തരത്തിലുള്ള സിസ്റ്റം നമ്മൾ ഇതിൽ ഇന്ത്യക്ക് പറ്റും സാർ. കാരണം ഞാൻ പറഞ്ഞു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കടന്നു. ബ്രെയിൻ എല്ലായിടത്തോളം കൊടുക്കും. വാറണ്ടി പീരീഡ് എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഈ 3 വിഭാഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അല്ലേ. പരമാവധി ആയുസ് മനുഷ്യന്റെ ആയുസ് സാറെല്ലാം യൂസ് ചെയ്യുന്നത് ലഭ്യമായ ഡാറ്റയാണ്. അതിന്റെ പരമാവധി വാറണ്ടി ഉണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം, ഒരാൾ മരിക്കുന്നതോടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വാറണ്ടി പീരീഡ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന് അഷുറൻസ് കൊടുക്കും. സാർ നമ്മളിതിന് കൊടുക്കുന്ന അഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിനും നിങ്ങൾക്ക് അറിയാമല്ലോ, ഫിലിബ്രൻസിന്റെ എല്ലാ പ്രോഡക്ട്സിനും നമ്മൾ തരുന്ന അഷുറൻസ് അതിന്റെ വാറണ്ടി വഴിയോ ഇതുവഴിയോ അല്ല, അതിന് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാര്യം. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ബ്രെയിനുള്ളിടത്തോളം കാലം അത് പ്രവർത്തിക്കുമെന്നാണ്. അതായത് അതിന്റെ മെക്കാനിക്കൽ കമ്പോണൻസ് ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അതിന് ഫ്രീ റിപ്പയറിംഗ് സർവീസിംഗ് എല്ലാം നമ്മൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നതാണ്. ഈ പ്രോഡക്റ്റിന് നമ്മൾ വാങ്ങുന്ന വില വളരെ തുച്ഛമാണ്. വെറും 1995 രൂപ 95 പൈസ മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ തന്നെ ഇതിന്റെ സർവീസിംഗ് കേരളത്തിൽ 14 ജില്ലകളിൽ 14,000 താലൂക്കുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് അടുത്തുള്ള ഡീലറുടെ അടുത്ത് പോയി തന്നെ ഇത് ചെയ്യാവുന്നതാണ്. യെസ് സർ, അത് പറയാൻ വിട്ടുപോയി. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഇതിലൊരു ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ വഴി നമ്മുടെ ത്രസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് റിയോസ്റ്റാറ്റ് ഉണ്ട്. ആ റിയോസ്റ്റാറ്റ് വഴി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഉപയോഗം ഉണ്ടാകുന്ന കുറെ അവസ്ഥകൾ ഉണ്ടായി കാണിച്ചു. പക്ഷെ അതിന്റെ സാങ്കേതികത്തെ പറ്റി ഒന്നും പറയാതെ എങ്ങനെയാണ് അത് ആൾക്കാർ ജനങ്ങൾ വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ എന്ത് സാങ്കേതിക വശം ഉപയോഗിച്ചാണ് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് നിങ്ങളൊന്നും പറഞ്ഞില്ല. സാർ വളരെ സിമ്പിൾ ഫിസിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു 1 ആക്കിയിട്ടുണ്ട്. അങ്ങനെ മെറ്റീരിയൽ ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ചില ജോയിന്റ്സിന്റെ ഭാഗത്ത് റിഫ്ലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ ഫിസിക്സ്. ആരും ഉപയോഗിച്ചില്ല, ഞങ്ങൾ അപ്ലൈ ചെയ്തു. തീർച്ചയായിട്ടും ഇൻവിസിബിൾ ആക്കുന്നു എന്ന് പറഞ്ഞു. സപ്പോസ് ഇൻവിസിബിൾ കണ്ടീഷനിൽ കുറേ നേരം സസ്റ്റെയിൻ ചെയ്യേണ്ടി വന്നാൽ, ഇൻവിസിബിൾ കണ്ടീഷനിൽ ഒരുപാട് നേരം സസ്റ്റെയിൻ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അയാൾക്ക് വിശക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണ്ടി വന്നാൽ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കാൻ അദൃശ്യമായ ഒരു സാധനം കഴിച്ച് അത് ധരിച്ചിരിക്കുന്ന ആൾക്ക് വിശപ്പടക്കാൻ പറ്റുമോ?
ഇന്നിവിടെ നിറവേറ്റുന്നത്. ഒരുപാട് പ്രതീക്ഷകളുടെയും ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ സഹകരിച്ച ഒരുപാട് പേർപ്പൊഴിക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമുക്ക് വേണ്ടി. അതുപോലെ തന്നെ സീനിയേഴ്സ് ആയാലും മുമ്പ് പഠിച്ചവരായാലും അധ്യാപകരായാലും ഒരുപാട് നല്ല നല്ല നമുക്ക് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ഉപദേശങ്ങളും മറ്റും നമുക്ക് തന്ന് ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർത്തിരിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്, നമ്മളെല്ലാവരും സ്വപ്നമായിരുന്ന ആ നൃത്തത്തിലെ ഏകൊരു പ്രോണൈറ്റ്, കാർത്തികിൻ്റെ പ്രോണൈറ്റ് കൃത്യം 8:30 തുടങ്ങാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് എല്ലാവരും. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. Rhythm 2K9 എന്ന ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമുക്ക് പൂർണ്ണ സഹകരണത്തോടെ പൂർണ്ണ മനസ്സോടെ അനുവാദം നൽകുകയും അതിൻ്റെ ചെയർമാനാവുകയും അതിനൊപ്പം നിന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാ നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ തന്ന് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച നമ്മുടെ പ്രിൻസിപ്പളും Rhythm 2K9 ചെയർമാനുമായ സുകുമാരൻ സാറെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നല്ലൊരു പങ്ക് എല്ലാ അധ്യാപകരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഫിനാൻസ് ആയാലും ശരി, അതുപോലെ തന്നെ പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളായാലും ശരി. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും എല്ലാ അധ്യാപകരുടെ ഭാഗത്തുണ്ടായിരുന്നു. ആദ്യമായി EC ഡിപ്പാർട്ട്മെൻറ്റ് HOD റീന മെനിമസിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റ് HOD പ്രവീൺ സാറെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. CSE ഡിപ്പാർട്ട്മെൻറ്റ് HOD വിനോദ് ജോർജ് സാറെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ചേർന്ന മറ്റു സീനിയേഴ്സ്, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Rhythm 2K9 office bearers, my dear students, participants, and all present judges and alumni.